ഓശാന ഞായറാഴ്ചയോടുകൂടെ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധവാര തിരുക്കർമ്മങ്ങള് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം വളരെ ഭക്തിനിർഭരമായി വിശ്വാസ സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടുകൂടെ നല്ല കാലാവസ്ഥയില് കുരിശുമുടിയിലും താഴത്തെ എടവപ്പള്ളിയിലും വളരെ ഭംഗിയായി നടത്താനായിട്ട് കഴിഞ്ഞു. അടുത്ത 3 ദിവസങ്ങള് കുമ്പസാരത്തിന്റെ പ്രത്യേകമായ ദിനമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. അതുപോലെ താഴത്തപ്പള്ളിയില് രാവിലെ 6 മണിക്കും 7 മണിക്കും കുർബാനകൾ ഉണ്ടാകും. വൈകിട്ട് 5:15. കുരിശുമടിയില് പതിപോലെ ഈ ദിവസങ്ങളില് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളില് രാവിലെ 5:30ക്കും 7:30ക്കും 9:30ക്കും വൈകിട്ട് 6:30ക്കും ഇത് ഷെഡ്യൂൾഡ് മാസുകളാണ്, കുർബാനകളാണ്. അല്ലാതെ തീർത്ഥാടകരോടൊപ്പം വൈദികരെത്തുമ്പോൾ അവർക്ക് കുർബാന ചെല്ലാൻ പങ്കർപ്പിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ പ്രത്യേകം കുരിശുമടിയിൽ ഒരുക്കുന്നുണ്ട്. വിവിധ റീത്തുകളിൽപ്പെട്ട അച്ഛന്മാര് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ലത്തീൻ റീത്തിലും മലങ്കര റീത്തിലും അച്ഛന്മാര് വിശ്വാസ സമൂഹങ്ങളുമായി വന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ബലിയർപ്പണത്തിന് മലമുകളില് നല്ല ജനപങ്കാളിത്തത്തോടുകൂടെ വിശ്വാസ സമൂഹത്തിന്റെ സാന്നിധ്യത്തില് തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. വെള്ളിയാഴ്ചയില് കുറച്ചുകൂടി നമ്മൾ ആളുകളുടെ വിശ്വാസികളുടെ മലകയറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും വെള്ളിയാഴ്ചയില് വിശുദ്ധ വാരത്തില് ഓശാന കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പെസഹ വ്യാഴാഴ്ച തിരുക്കർമ്മങ്ങളാണ്. താഴത്തപ്പള്ളിയില് രാവിലെ 6 മണിക്ക് കാലുകഴുക ശുശ്രൂഷയും വിശുദ്ധ കുർബാനയുമാണ്. തുടർന്ന് ഒരു മുഴുവൻ ദിന ആരാധനയാണ്. പരിശുദ്ധ കുർബാനയുടെ മുമ്പില് ആരാധനയ്ക്കായി ഒരു ദിവസം മാറ്റിവെക്കുന്നു. ആരാധന താഴത്തപ്പള്ളിയിൽ സമാപിക്കുന്നത് വൈകിട്ട് 7 മണിക്കാണ്. പൊതു ആരാധന 7 മണി മുതൽ 8 മണി വരെ 1 മണിക്കൂർ പൊതു ആരാധനയോടുകൂടി 8 മണിക്ക് സമാപനം നടത്തി പെസഹ അപ്പം മുറിക്കൽ ശുശ്രൂഷ കൂടി നടത്തപ്പെടുന്നുണ്ട്. മലമുകളിലും വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് കാലിക ശുശ്രൂഷയും അതോടൊപ്പം തന്നെ വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ ആരാധനയും അപ്പം മുറിക്കൽ ശുശ്രൂഷകളും അവിടെ നടത്തപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ച പ്രധാനമായും യേശുവിന്റെ പീഡാനുഭവങ്ങളെ കുറിച്ചുള്ള അനുസ്മരണമാണ്. അത് രാവിലെ 6 മണിക്ക് ആരാധനയോടുകൂടി ആരംഭിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രധാനപ്പെട്ട ഒരു കർമ്മം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആഘോഷമായ കുരിശന്റെ വഴി താഴത്തപ്പള്ളിയിൽ ആരംഭിച്ച് അത് കുരിശന്റെ വഴി കഴിഞ്ഞിട്ട് അടിവാരത്തേക്ക് ഭക്തിനിർഭരമായ കർത്താവിന്റെ കബറിടത്തെ വഹിച്ചുകൊണ്ടുള്ള അടിവാരത്തേക്കുള്ള ഭക്തിനിർഭരമായ നഗരി കാണിക്കൽ പ്രദക്ഷിണമാണ്. അത് അടിവാരത്തെത്തി കഴിയുമ്പോൾ അവിടെ പീഡാനുഭവ സന്ദേശത്തോടുകൂടി അന്നത്തെ തിരുക്കർമ്മങ്ങൾ കഴിയുകയാണ്. കുരിശുമുടിയിലും രാവിലെ പ്രത്യേകമായ ശുശ്രൂഷകൾ ദുഃഖവെള്ളിയാഴ്ച ഉണ്ടായിരിക്കും. വൈകിട്ടും അതോടൊപ്പം തന്നെ ദുഃഖവെള്ളിയുടെ ബന്ധപ്പെട്ട ചെറിയ പ്രദക്ഷിണവും മറ്റു കർമ്മങ്ങളും ദുഃഖവെള്ളി മലമുകളിലും ക്രമീകരിച്ചിട്ടുണ്ട്. ദുഃഖശനിയാഴ്ച വലിയ ശനിയാഴ്ച പ്രത്യേകമായിട്ട് പുത്തൻ വെള്ളം വെഞ്ചരിപ്പും പുത്തൻ തീ ആണ് പ്രധാനമായിട്ടുള്ളത്. മാമോദീസായുടെ വ്രത നവീകരണ കർമ്മങ്ങളൊക്കെയാണ്. അത് രാവിലെ 6:30 മണിക്ക് കുർബാനയോടുകൂടി ആരംഭിക്കുന്നു. ഉയർപ്പിന്റെ തിരുക്കർമ്മങ്ങൾ താഴത്തപ്പള്ളിയിൽ രാത്രി 10:30 മണിക്കാണ് ആരംഭിക്കുന്നത്. ഉയർപ്പിന്റെ തിരുക്കർമ്മങ്ങളും അതോടൊപ്പം തന്നെ പ്രദക്ഷിണവും കുർബാനയും ഉണ്ടാകും. ഈസ്റ്ററിന്റെ ദിവസം താഴത്തപ്പള്ളിയിൽ പ്രധാനമായി രാവിലെ ഞായറാഴ്ച 2 കുർബാനകൾ മാത്രമേ ക്രമീകരിച്ചിട്ടുള്ളൂ. അത് 5:30 മണിക്കും അതോടൊപ്പം തന്നെ 7 മണിക്കുമാണ്. കുരിശുമടിയിൽ പതിവ് പോലെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈസ്റ്ററിന്റെ ദിവസം രാത്രി 11:30ക്കാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ശനിയാഴ്ച രാത്രി 11:30ക്ക്. ഉയർപ്പിന്റെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം രാവിലെ വെളുപ്പിന് 3 മണിക്കും 5:30ക്കും 7:30ക്കും 9:30ക്കും ഈസ്റ്റർ ദിവസവും മലമുകളില് പ്രത്യേകമായ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ദുഃഖവെള്ളിയാഴ്ച ഒരു തിരക്ക് വിശ്വാസികളുടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ദുഃഖവെള്ളിയാഴ്ച കയറുന്നവർക്ക് തീർച്ചയായിട്ടും സ്വാഗതമുണ്ട്. ആ ദിവസം ഒഴിവാക്കി മറ്റു ദിവസങ്ങളിലേക്ക് വന്നാൽ കുറെ കൂടി തിരക്ക് കുറയ്ക്കാൻ കഴിയും. ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കുണ്ട്. നല്ല കാലാവസ്ഥയാണ് മലകയറ്റത്തിന്. കാരണം ഇടയ്ക്ക് 3-4 മഴ കിട്ടിയത് കൊണ്ട്
നല്ല കാലാവസ്ഥയാണ് മല കയറാൻ. രാത്രിയും പകലും വ്യത്യാസമില്ലാതെ കയറാനായിട്ടുള്ള ലൈറ്റും ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആഗതമാകുന്ന ഈ ഈസ്റ്ററിന്റെ മംഗളങ്ങൾ നേരുന്നു. അതോടൊപ്പം തന്നെ താഴ്ത്തപ്പള്ളിയിലും കുരിശുമുടിയിലും ഒക്കെ നടത്തപ്പെടുന്ന തിരുക്കർമ്മങ്ങൾ പങ്കെടുത്ത് ആത്മീയ ചൈതന്യം നേടുവാനും നോമ്പിന്റെ ഒരു പരിഹാരത്തിന്റെ ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും മാർത്തോമാ ശ്ലീഹയുടെ മാധ്യസ്ഥം തേടുവാനുമായി എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ മലയാറ്റൂർക്ക് ക്ഷണിക്കുകയാണ്.